മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള പാഠാവലിയിലുള്ള ഒരു പാഠഭാഗമാണ്. നമുക്കറിയാം, ഓൾറെഡി പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കഥകൾ അതിമോഹനം എന്ന് പറയുന്ന പാഠഭാഗം എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ പാഠഭാഗത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഴുത്തച്ഛൻ കൃതിയിലെ വർണ്ണനകളുടെ സവിശേഷതകളാണ്. എഴുത്തച്ഛൻ്റെ കൃതികളിലുള്ള വർണ്ണനകൾ അല്ലേ. വർണ്ണനകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അത് മനോഹരമായിട്ടുള്ള വർണ്ണനകളാണ് എഴുത്തച്ഛൻ്റെ കൃതികളിൽ നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിലും സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ഉപമകൾ അല്ലെ. അതായത് നമ്മൾ ഇപ്പൊ ഭാഷ സാധാരണക്കാർക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ, കാരണം അതിൽ സംസ്കൃത പദങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ മുഴുവൻ സംസ്കൃതത്തിലായിരുന്ന കാലത്ത് അതിൽ മലയാള പദങ്ങളും കൂടെ ചേർത്ത് അല്ലെ അതിന് രൂപകൽപ്പന ചെയ്ത സമയത്ത് എന്താണ്, ആളുകൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഭാഷ മയപ്പെടുകയാണ് കേട്ടോ. അപ്പൊ കുറെ വാക്കുകളൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ്, അവര് ഇടപഴകുന്ന ചുറ്റുപാടുകളിലുള്ള ഉപമകൾ. ഇപ്പൊ ഒരു ഉദാഹരണം ടീച്ചർ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു വരിയാണ്, അധ്യാത്മരാമായണ കിളിപ്പാട്ടുള്ള ഒരു ഭാഗമാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു എന്നുള്ളത്. അതായത് അവരുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചക്ഷുശ്രവണൻ പാമ്പിന്റെ ഗളസ്തമാം ദർദുരം അല്ലെ, ഗളസ്തം തൊണ്ടയിലിരിക്കുന്ന ദർദുരം, തവള എന്ത് ചെയ്യാണ്, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ. അതായത് പാമ്പിന്റെ വായിൽ ടൂറ് പോയതല്ല എന്നറിയാതെ അല്ലെ, ടൂറ് പോയതല്ലല്ലോ പാമ്പിന്റെ വായിലേക്ക് തവള വിഴുങ്ങിയതാണ് അല്ലെ. അപ്പൊ ആ തൊണ്ടയിൽ ഇരുന്നു കൊണ്ട് നാവ് നീട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഈ തവള ഭക്ഷണത്തിന് ആക്രാന്തം മൂത്തിട്ട് നാവ് നീട്ടാണ്. അപ്പോ അതേപോലെയാണ് എന്ത്, ഏത് നിമിഷം കൊല്ലപ്പെടും അല്ലെ, എന്നിട്ടും ആക്രാന്തം തീർന്നിട്ടില്ലേ തവളയുടെ. അപ്പൊ അതേപോലെയാണ് മനുഷ്യരെന്താണ്, കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗവും തേടുന്നു അല്ലെ. കാലമാകുന്ന അഹി, പാമ്പ് വിഴുങ്ങുകയാണ് അല്ലെ. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ കാലം നമ്മൾ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാമ്പിനെ പോലെ അല്ലെ. നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യാണ്, നമ്മളുടെ മരണത്തിലേക്കാണ് നമ്മൾ അടുക്കള. അപ്പൊ ഇതൊന്നും അറിയാണ്ട് നമ്മൾ അറ്റ് ദ മൊമെന്റ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ആക്രാന്തം പിടിച്ച് ഓടുകയാണ് അല്ലെ. സുഖഭോഗങ്ങൾക്ക് പോകാം, എനിക്കതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, പരക്കം വായിയാണ് മനുഷ്യൻ. അപ്പൊ ഇത് ഈ പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയെയും ഒക്കെ വളരെ മനുഷ്യർക്ക് സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ മറ്റൊന്നാണ്, വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. അതായത് മനുഷ്യ ജീവിതത്തിന്റെ ആ ഒരു എന്താ പറയാ, നിസാരതയെ കുറിച്ച് പറയുകയാണ്. അതായത് എത്ര നിസാരമാണ് നമ്മളുടെയൊക്കെ ജീവിതം. അതായത് എങ്ങനെയാണ് നമ്മളുടെ ജീവിതം ചുട്ടുപഴുത്തിരിക്കുന്ന വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന അല്ലെ, ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ലോഹത്തിന്റെ, അതായത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് ഇങ്ങനെ ചുകന്ന് വരുന്ന ഒരു ലോഹത്താക്കിട്ട് അല്ലെ, ഇരുമ്പിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്, ഒരു തുള്ളി വെള്ളം ഉറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ കുളം ഉണ്ടാവുമോ അല്ലെ, പുഴ ഉണ്ടാവുമോ, ആ വെള്ളം കാണാൻ തന്നെ ഉണ്ടാവുമോടാ, ഇല്ല അല്ലെ. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അതങ്ങ് മാഞ്ഞു പോകും. അതുപോലെ എന്തുള്ളൂ നമ്മളുടെ ഒക്കെ ജീവിതം, മനുഷ്യജന്മം ക്ഷണഭങ്കുരമാണ് അല്ലെ. അപ്പൊ ഈ ചുട്ടുപഴുത്തിരിക്കുന്ന ലോഹത്തിന്റെ മേലെ വെള്ളം ഉറ്റിച്ചു കഴിഞ്ഞാൽ എന്ന പോലെയുള്ള ഉപമകൾ എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. അതായത് ഉപമയല്ല, നമ്മുടെ ചിലപ്പോൾ ചൂടാക്കുന്ന സാധനത്തിന്റെ മേലെ വെള്ളം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വെള്ളം അവിടെ നിൽക്കില്ല എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഉപമകൾ, ഉദാഹരണങ്ങളൊക്കെ എന്താണ്, സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുന്ന, അവർ പരിചയിക്കുന്ന ചുറ്റുപാടുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എഴുത്തച്ഛൻ്റെ ഉപമകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ ഗഹനമായിട്ടുള്ള ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പരിചിതമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മൂലകൃതിയിൽ, ഒറിജിനൽ മഹാഭാരതം കൃതിയിൽ വർണ്ണിച്ച കാര്യങ്ങൾ എന്താണ്, വളരെയധികം ചുരുക്കിയ അല്ലെ, ഏറ്റവും ചുരുക്കിയ രീതി. അതാണ് ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. എന്താണ്, വിശദമാക്കിയ ഒരു കാര്യത്തെ എഴുതാൻ ആർക്കും സാധിക്കും. പക്ഷെ ഒരു ഭാഷയെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ചുരുക്കി ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതിനെ ഏറ്റവും സിമ്പിളായ രീതിയിൽ ചുരുക്കി പറയണമെങ്കിൽ എന്ത് ചെയ്യണം, അത് നന്നായി ഭാഷ ഉപയോഗിക്കുന്ന ഒരാൾക്കേ പറ്റും. അപ്പൊ ആ ഒരു മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു വലിയൊരു സാഹിത്യ അല്ലെ അത്ഭുതത്തെ എന്ത് ചെയ്യാണ്, അത്രയും ചുരുക്കിയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ സത്ത നഷ്ടപ്പെട്ടു പോവാതെ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ സ്വതന്ത്രമായിട്ടുള്ളൊരു വിവർത്തനം, അതായത് അതേപോലെ കോപ്പി അടിച്ചിട്ട് മഹാഭാരതത്തെ വെക്കുകയല്ല ചെയ്തത് അല്ലെ. അത് വളരെ മനോഹരമായ രീതിയിൽ അതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. മാറ്റം മീൻസ് എഴുത്തച്ഛൻ്റെതായിട്ടുള്ള ലോകോക്തികൾ, കാഴ്ചപ്പാടുകൾ, ഉപദേശങ്ങൾ, തത്വചിന്തകളൊക്കെ ഉൾച്ചേർത്തിട്ട് ഏറ്റവും ചുരുക്കിയ രൂപത്തിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കൃതികളിലെ മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വർണ്ണനയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സന്ദർഭത്തിന് അനുയോജ്യമായ ഭാഷയാണ്. അപ്പോൾ യുദ്ധരംഗം
അപ്പൊ പാഠഭാഗത്തിൽ യുദ്ധരംഗമുണ്ട് അല്ലെ, നമ്മളുടെ പഞ്ചവർണ്ണ പൈങ്കിളിയിലെ അല്ലെ ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്, അതേപോലെ ഉപദേശത്തിന്റെ. അപ്പോൾ ഇത് ഓരോന്നും ഇപ്പൊ യുദ്ധരംഗമാണെങ്കിൽ അതിന്റെ ചടുലമായിട്ടുള്ള ഒരു ഭാഷയാണ് അല്ലെ ആ ഭാഗത്ത് നമ്മൾ കാണാം. കാരണം യുദ്ധം ആളുകളോടുന്നു അമ്പെയ്യുന്നു, വീഴുന്നു, മരിക്കുന്നു. അപ്പൊ അങ്ങനെ ചടുലമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ ചടുലമായ ഭാഷയുമാണ് എന്ത് ചെയ്യുന്നത് ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പിന്നെ വർണ്ണനയില് എന്താ ഭക്തിയാണ് അല്ലെ, ഭക്തിയാണ് വരുന്നതെങ്കിൽ നിന്നു ആ ഭാഷ അല്ലെ ഒരു തത്വോപദേശത്തിന്റെ ആ ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യാണ് ഭാഷ മാറുകയാണ്. ഈ ഭാവത്തിനൊക്കെ അനുയോജ്യമായിട്ടുള്ള താളവുമാണ് എന്തിരിക്കുന്നത് ഇവിടെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. സന്ദർഭങ്ങളുടെ സൂക്ഷ്മമായ വർണ്ണന, വാങ്മയ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു നമുക്കിവിടെ കാണാൻ പറ്റും. എങ്ങനെയാണ് സന്ദർഭങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള വർണ്ണന, ഓരോ സന്ദർഭത്തിന്റെയും അതിസൂക്ഷ്മമായ വർണ്ണന നമുക്ക് കാണാം. അതേപോലെ വാങ്മയ ചിത്രങ്ങൾ അല്ലെ, വാങ്മയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവി എഴുത്തുകാരൻ അവരുടെ വാക്കുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രമാണ് അല്ലെ. അപ്പൊ ഏത് ഗഹനമായിട്ടുള്ള ആശയത്തെയും വളരെ സിമ്പിളായ രീതിയിൽ ഭാഷയിലൂടെ വർണ്ണനയിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ആർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്, എഴുത്തച്ഛൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കാവ്യഭംഗി നിറഞ്ഞിരിക്കുന്ന വാങ്മയ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട, ഇപ്പൊ നേരത്തെ പറഞ്ഞ ചിത്രങ്ങളൊക്കെ എന്താണ് വാങ്മയ ചിത്രങ്ങളാണ്. ടീച്ചർ പറഞ്ഞ ഉപമകളൊക്കെ ഇവിടെ ഇപ്പോൾ ഈ പച്ചപ്പനങ്ങളെ തത്തരെ വിളിക്കുന്നതും ഇത് കൊടുക്കുന്നതൊക്കെ നമുക്കൊരു ചിത്രം വരച്ച് വെച്ച പോലെ നമ്മൾ മനസ്സിലില്ലേ. അപ്പൊ അങ്ങനെ വാക്കുകൾ കൊണ്ട് കവി തീർക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള വാങ്മയ ചിത്രങ്ങൾ എല്ലാ കാലത്തും എന്താണ് എഴുത്തച്ഛന്റെ ഭാഷയുടെ അല്ലെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമുക്ക് പറയാം. അതേപോലെ ഏത് ഭാവവും പ്രകടിപ്പിക്കാൻ പറ്റിയ ദൃശ്യാത്മകത അല്ലെ, നമ്മളിങ്ങനെ ഒരു ദൃശ്യാത്മകമായിട്ടുള്ള വർണ്ണനകളാണ് എഴുത്തച്ഛന്റെ വർണ്ണനകൾ എന്ന് പറയാം. ചലനാത്മകമായിട്ടുള്ള ഭാഷയാണ്. അതേപോലെ ഓരോ സന്ദർഭങ്ങളെ എന്ത് ചെയ്യുന്നു അത്രയധികം അല്ലെ മിഴിവുറ്റതാക്കാൻ, മനോഹരമാക്കി തീർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പിന്നെ വർണ്ണനകളാണ്. അതേപോലെ ചില വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, എന്താണ് ഭീഷ്മ സമാനൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. അവിടെ ശിവനോടാണ് ആരോപിക്കുന്നത്, ഭീഷ്മരെ ഉപമിക്കുന്നത് ഇവിടെ. അപ്പൊ അത്രയും എന്താണ് ദൃഢനിശ്ചയമുള്ളവൻ, അല്ലെങ്കിൽ അത്രയും ശിവതുല്യനാണ് അല്ലെ, സംഹാരമൂർത്തിയായിട്ടുള്ള ശിവതുല്യനാണ് ആര്, ഭീഷ്മർ എന്ന് സൂചിപ്പിച്ചവനാണ് അല്ലെ ഭീഷ്മ സമാനൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേപോലെ എന്താണ് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി നീ എന്ത് ചെയ്യുന്നുണ്ട് എഴുത്തച്ഛന്റെ കിളി അല്ലെ, നമ്മള് പഞ്ചവർണ്ണ പൈങ്കിളി പറയുന്നുണ്ട് അല്ലെ. അതായത് മഹാഭാരത കഥ മുഴുവൻ എന്ന് പറയാം, അത് ഞാൻ എന്ത് ചെയ്യാം ഏറ്റവും ചുരുക്കിയ രൂപത്തിൽ പറയാമെന്ന് കിളി പറയണത് എഴുത്തച്ഛന്റെ ഭാഷയെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം മഹാഭാരതത്തെ എന്താ ചെയ്തത് അതേപോലെ എടുത്തു വെക്കാതെ ഏറ്റവും ചുരുക്കിയ രൂപത്തിലാണ് എന്ത് ചെയ്തത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതേപോലെ എന്താണ് അദ്ദേഹത്തിന്റെ ചില ശബ്ദഭംഗി കൊണ്ട് അല്ലെ, എഴുത്തച്ഛന്റെ ഭാഷയിൽ വർണ്ണനകളിൽ ഈ ശബ്ദഭംഗി വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ നമ്മളുടെ കവിതയിൽ തന്നെയാണെങ്കിൽ ഈ വെല്ലം അല്ലെ, അതേപോലെ മെല്ലെ, കർണൻ, കർണസുഖം എന്നൊക്കെയുള്ള പദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരേപോലെ നമുക്ക് തോന്നാം അല്ലെ. കുണ്ഠലം, ഗണ്ഡസ്ഥലം അല്ലെ, ഇങ്ങനെ വാരണവീരൻ, ഇങ്ങനെ ഒരുപാട് അല്ലെ പ്രയോഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എന്താണ് ഒരുപോലെ തോന്നുന്ന അല്ലെ ആ ഒരു ശബ്ദഭംഗി എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ വാരണ വീരൻ തലയേറ്റു വില്ലറ്റു വീരൻ ഭഗദത്തൻ തന്റെ തലയേറ്റു എന്നൊക്കെ പറയുന്ന ഭാഗത്ത് രണ്ടാമത്തെ അല്ലെ ദ്വിതീയാക്ഷരപ്രാസം നമുക്ക് കാണാൻ പറ്റും അല്ലെ, അന്ത്യാക്ഷരപ്രാസവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ വരികള്, അക്ഷരങ്ങള്, അക്ഷരഭംഗി, വാക്കുകളുടെ ഭംഗി, ശബ്ദഭംഗി ഒക്കെ എന്താണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകതകളാണ്, വർണ്ണനകളുടെ പ്രത്യേകതകളാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എഴുത്തച്ഛന്റെ വർണ്ണനകളെ കുറിച്ച് അല്ലെങ്കിൽ ഭാഷയെ കുറിച്ച് എന്ത് ചെയ്യും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി ഏതെങ്കിലും പാഠഭാഗങ്ങൾ മക്കൾക്ക് ഇതേപോലെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മക്കൾ താഴെ കമന്റ് ചെയ്യണം. ടീച്ചർ ഉറപ്പായിട്ട് എന്ത് ചെയ്യും ആ വീഡിയോകള് അല്ലെങ്കിൽ അത്തരം പാഠഭാഗങ്ങൾ എന്ത് ചെയ്യാം മക്കൾക്ക് ഏറ്റവും അല്ലെ ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഓണപരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നമുക്ക് പാസ്സാവണം അല്ലെ, 40 മാർക്ക് നമുക്ക് വാങ്ങിയെടുക്കണം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.